നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബഫർ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ബഫർ സൊല്യൂഷൻ നോക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പി എച്ച് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ പി എച്ച് വാല്യൂൻ്റെ ബേസിസിലാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ പറയുന്നത്. അപ്പോൾ ആസിഡ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പി എച്ച് വാല്യൂ എന്തായിരിക്കും, 7ലും കുറവായിരിക്കും. ബേസ് ആണെങ്കിലും പി എച്ച് വാല്യൂ 7ലും കൂടുതലായിരിക്കും. ബഫർ സൊല്യൂഷൻ്റെ പ്രത്യേകത, ഒരു സൊല്യൂഷനാണ്, അതിലേക്ക് ആസിഡ് ആഡ് ചെയ്താലോ ബേസ് ആഡ് ചെയ്താലോ പി എച്ചിൽ കാര്യമായിട്ട് ചേഞ്ച് ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സൊല്യൂഷന് പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ എടുത്തു. അപ്പോൾ ഏതെങ്കിലും സൊല്യൂഷൻ ആവട്ടെ, ബഫർ സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കാം. അതിലേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ സാധാരണയായിട്ട് എന്താ സംഭവിക്കേണ്ടത്, പി എച്ച് 7ലും കുറയും, അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ തുടങ്ങും. പക്ഷേ ബഫർ സൊല്യൂഷൻ ആണെങ്കിൽ പി എച്ചിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല. അതുപോലത്തെ സൊല്യൂഷന് പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. A solution which resists any changes in its pH even by the addition of small amount of acid or base. അതായത് a solution which resists any changes in its pH even by the addition of small amount of acid or base. നമ്മളൊരു ബീക്കറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്നുള്ളൊരു സൊല്യൂഷനാണെന്ന് കൺസിഡർ ചെയ്യാം. ആ സൊല്യൂഷൻ്റെ പി എച്ച് ഏതാണ്ട് 4 ആണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആസിഡ് ആഡ് ചെയ്യും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പി എച്ച് വീണ്ടും കുറഞ്ഞ് 4ലും കുറയേണ്ടതാണ്. കാരണം ആഡ് ചെയ്ത ആസിഡാണ്, ആസിഡിൻ്റെ പി എച്ച് എന്താണ് 7ലും കുറവാണ്. പക്ഷേ ഈ പി എച്ച് 4നുള്ള വാല്യൂയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത്തരം സൊല്യൂഷന് പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. അതായത് ആസിഡ് ആഡ് ചെയ്താലും ബേസ് ആഡ് ചെയ്താലും പി എച്ചിൽ കാര്യമായ മാറ്റമില്ലാത്ത സൊല്യൂഷന് പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ഇവിടെ റെസിസ്റ്റ് എന്നുള്ള വാക്കിനർത്ഥം തടയുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ്, എന്താ റെസിസ്റ്റ് ചെയ്യുന്നത്, എന്താണ് പ്രതിരോധിക്കുന്നത്, എനി ചേഞ്ചസ് ഇൻ ഇറ്റ്സ് പി എച്ച്, പി എച്ച് വാല്യൂവിലെ ചേഞ്ച് ഒക്കെ പ്രതിരോധിക്കുന്നു. എങ്ങനെ, ഈവൻ ബൈ ദി അഡീഷൻ ഓഫ് ആസിഡ് ഓർ ബേസ്, ആസിഡും ബേസും ആഡ് ചെയ്താലും പി എച്ചിൽ ചേഞ്ച് ഇല്ലാത്ത സൊല്യൂഷന് പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. ഇനി ഇത് 2 ടൈപ്പ് ഉണ്ട്, നമുക്ക് ഏതാ നോക്കാം. ഒന്നാമത്തെ ടൈപ്പാണ് അസിഡിക് ബഫർ. രണ്ടാമത്തത് ബേസിക് ബഫർ. 2 ടൈപ്പ് ബഫർ സൊല്യൂഷൻസ് ആണുള്ളത്. ഒന്ന് അസിഡിക് ബഫർ, രണ്ടാമത്തെ ബേസിക് ബഫർ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പറഞ്ഞത് ഏതാണ്, അസിഡിക് ബഫർ ആണ്. അസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് weak acid and salt of strong base. എന്താ ആസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബഫർ എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണ്, പി എച്ചിൽ കാര്യമായിട്ട് ചേഞ്ച് ഇല്ലാത്ത സൊല്യൂഷൻസ് ആണ്. ആസിഡ് ആഡ് ചെയ്താലും ബേസ് ആഡ് ചെയ്താലും പി എച്ചിൽ കാര്യമായി ചേഞ്ച് ഇല്ലാത്ത സൊല്യൂഷനാണ് ബഫർ. അതിൽ തന്നെ 2 കാറ്റഗറിയാണ്, അസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെയാണ് നമ്മൾ നോക്കുന്നത് അസിഡിക് ബഫർ. എന്താ അസിഡിക് ബഫർ എന്നാ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസ്. ഒരു വീക്ക് ആസിഡിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബേസിൻ്റെ സാൾട്ടിൻ്റെയും കൂടെ മിക്സ്ചറാണ് എന്ത്, അസിഡിക് ബഫർ. നമ്മൾ വീക്ക് ആസിഡും സ്ട്രോങ് ആസിഡും ഒക്കെ പറഞ്ഞതാണ്, അതുപോലെ വീക്ക് ബേസ് സ്ട്രോങ് ബേസ് ഒക്കെ പറഞ്ഞതാണ്. എക്സാമ്പിൾസും പറഞ്ഞിരുന്നു.
അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വീക്ക് ആസിഡും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബേസിന്റെ സാൾട്ടും, അതിന്റെ രണ്ടിനെയും കൂടെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് അസിഡിക് ബഫർ. ആ പേര് പോലെ തന്നെ അസിഡിക് ബഫർ ആസിഡിന്റെ pH എന്താണ്, 7ലും കുറവാണ്. അതുപോലെ തന്നെ അസിഡിക് ബഫറിന്റെ pHഉം <7 ആണ്. ഈ 2 പോയിന്റാണ് നമ്മൾ അസിഡിക് ബഫറിൽ പഠിച്ചു വെക്കേണ്ടത്. എന്തൊക്കെയാ പറഞ്ഞത്, അസിഡിക് ബഫർ എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡും അതുപോലെ തന്നെ സ്ട്രോങ് ബേസിന്റെ സാൾട്ടിന്റെയും കൂടെ മിക്സ്ചർ ആണ്. അസിഡിക് ബഫറിന്റെ pH 7ലും കുറവാണ്. ഇനി നമുക്ക് ഇതിന് എക്സാമ്പിൾസ് പറയണം. എക്സാമ്പിൾസ് പറയുമ്പോൾ ഏതൊക്കെയാ പറയേണ്ടത്, ഒരു വീക്ക് ആസിഡ് പറയണം, അതുപോലെ തന്നെ സാൾട്ടോ സ്ട്രോങ് ബേസും പറയണം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു വീക്ക് ആസിഡിന് എക്സാമ്പിൾ ആണ് ഇത് അസറ്റിക് ആസിഡ്, അതായത് വിനാഗിരി. അസറ്റിക് ആസിഡ് ആൻഡ് സാൾട്ടോ സ്ട്രോങ് ബേസ് ആണ്. അസറ്റിക് ആസിഡിന്റെ ഫോർമുലയാണ് CH3COOH. ഇനി ഒരു ആസിഡിന്റെ സോൾട്ട് എങ്ങനെ എഴുതാം, ഈ ആസിഡിലേക്ക് ഒരു ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, സാൾട്ടും വാട്ടറുമാണ് കിട്ടുക. ആ റിയാക്ഷന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. ഇത് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ CH3COOH അസറ്റിക് ആസിഡ് ആണ്. ഇനി ഇതിന്റെ ഒരു സ്ട്രോങ് ബേസ് സാൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതിലേക്ക് ഒരു സ്ട്രോങ് ബേസ് ആഡ് ചെയ്താൽ മതി. ഒരു സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഹൈഡ്രജൻ ഉള്ള ഭാഗത്ത് സോഡിയം വരും. ആ റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അപ്പൊ കിട്ടുന്നത് ഒരു സാൾട്ട് ആണ്. അപ്പൊ നമുക്ക് ആ സാൾട്ടിനെ എങ്ങനെ എഴുതാം, CH3COONA. എങ്ങനെയാണ് ഈ സാൾട്ട് കിട്ടിയത്, ഈ ആസിഡിലേക്ക് നമ്മൾ സ്ട്രോങ് ബേസ് ആഡ് ചെയ്തു. എന്തുകൊണ്ടാണ് സ്ട്രോങ് ബേസ് ആഡ് ചെയ്തത്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്ട്രോങ് ബേസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ആണ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. അപ്പൊ ഈ NaOHന് ഈ Na ആണ് എവിടെ വരിക, Hന്റെ സ്ഥാനത്ത് വരിക. ഈ Hഉം OHഉം കൂടെ വാട്ടർ ആയിട്ട് പോകും. അതായത് ന്യൂട്രലൈസേഷൻ നമുക്കറിയാം, ആസിഡും ബേസും കൂടെ ആഡ് ചെയ്ത് സാൾട്ടും വാട്ടറും ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഈ Na എന്നുള്ളത് ഏത് സ്ഥാനത്ത് വരും, Hന്റെ സ്ഥാനത്ത് വരും. ഈ Hഉം ഈ OHഉം കൂടെ എന്തായി മാറും, H2O ആയിട്ട് മാറും. അപ്പോൾ സാൾട്ട് ഏതാണ്, Hന്റെ സ്ഥാനത്ത് Na വരുന്നത്. അതിന്റെ പേരാണ് സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ് ആണ് ഇത്. ഇത് അസറ്റിക് ആസിഡ് ആണ്, CH3COOH. CH3COONA എന്ന് പറഞ്ഞാൽ ഏതാണ്, സോഡിയം അസറ്റേറ്റ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിക്സ്ചർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, അസിഡിക് ബഫറിന് എക്സാമ്പിൾ ആണ്. എന്തുകൊണ്ടാണ്, വീക്ക് ആസിഡ്, അതായത് വീക്ക് ആസിഡ് ഏതാണ്, അസിഡിക് ആസിഡ്. പിന്നെ പറഞ്ഞത് സാൾട്ടോ സ്ട്രോങ് ബേസ്, ഇത് സാൾട്ടോ സ്ട്രോങ് ബേസ് ആണ്. അതായത് ഈ ഒരു NaOH ഇതിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്ന സാൾട്ടാണിത്. അതുകൊണ്ട് സോഡിയം അസറ്റേറ്റിന്റെയും അസിറ്റിക് ആസിഡിന്റെയും കൂടെ മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു അസിഡിക് ബഫർ ആണ്. അപ്പൊ അസിഡിക് ബഫറിന് 3 പോയിന്റ്സ് പറയാം, 2 പോയിന്റും ഒരു എക്സാമ്പിളും ആണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, അസിഡിക് ബഫറിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസ്. അതിന്റെ pH 7ലും കുറവാണ്. അത് ആ പേര് നോക്കിയാൽ മതി, അസിഡിക് ബഫർ, ആസിഡ് ആണ്. അപ്പൊ നമ്മൾ നോക്കാം pH 7ലും കുറവാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതാണ്, എ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. ഇത്രയാണ് അസിഡിക് ബഫർ എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് ബേസിക് ബഫർ. അതെന്താ നോക്കാം നമുക്ക്. നേരത്തെ അസിഡിക് ബഫറിന് 3 പോയിന്റ് പറഞ്ഞ പോലെ ബേസിക് ബഫറിന് 3 പോയിന്റാണ് പറയാനുള്ളത്. ഒന്നാമത്തെ അതെങ്ങനെയാണ് കിട്ടുന്നത്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ്. നേരത്തെ പറഞ്ഞതിന്റെ നേരെ റിവേഴ്സ് പറയാം. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, വീക്ക് ആസിഡ് എന്നാണ് പറഞ്ഞത്. അതേതായിരുന്നു, അസിഡിക് ബഫർ. ബേസിക് ബഫർ ആകുമ്പോൾ എന്ത് വരും, വീക്ക് ബേസ് എന്ന് വരും. ആൻഡ് സാൾട്ടോ സ്ട്രോങ് ആസിഡ് എന്ന് വരും. ഇനി പേര് പോലെ തന്നെ ബേസിക് ബഫറിന്റെ pH എത്രയായിരിക്കും, 7ലും കൂടുതലായിരിക്കും. ഇനി അതിന്റെ എക്സാമ്പിൾസും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്.
എക്സാമ്പിൾ പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ഒരു വീക്ക് ബേസ് എഴുതണം. ഒരു വീക്ക് ബേസിന് എക്സാമ്പിൾ ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുല എന്താണ്? NH4OH. ഇതാണ് അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഫോർമുല. ഇനി ഇതിന്റെ സാൾട്ട് ആണ് ഇനി അടുത്തതായിട്ട് എഴുതേണ്ടത്. എങ്ങനത്തെ സാൾട്ട് ആണ്? സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തെ കിട്ടുന്ന സാൾട്ട്. ഇതിലേക്ക് ഒരു സ്ട്രോങ് ആസിഡ് ആഡ് ചെയ്യാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ സ്ട്രോങ് ആസിഡ് ആയിട്ട് ഞാൻ പറയുന്നത് HCl ആണ്. HCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയാം. ഈ OHന്റെ സ്ഥാനത്ത് എന്ത് വരും? Cl ആണ് വരിക. OHന്റെ സ്ഥാനത്ത് Cl വരും. അതായത് NH4OH എന്നുള്ള ഭാഗത്ത് എന്ത് വരും? NH4Cl വരും. അപ്പോൾ ഇവിടെ ഒരു OH ബാക്കിയുണ്ട് അല്ലേ? ഈ OHും Hും കൂടെ എന്തായി മാറും? വാട്ടർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എഴുതാം NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ എഴുതി. ഇനി ഇതിന്റെ സാൾട്ട് എഴുതുമ്പോൾ ഏതാ എഴുതുന്നത്? NH4Cl ആണ് എഴുതുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. NH4Cl. ഇതിന്റെ പേരാണ് അമോണിയം ക്ലോറൈഡ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ബേസിക് ബഫർ ആണ് പറഞ്ഞത്. ബേസിക് ബഫർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ്. വീക്ക് ബേസും ആണ്, പിന്നെ ഒരു സ്ട്രോങ് ആസിഡിന്റെ സാൾട്ട്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ബേസിക് ബഫർ. പിന്നെ pH 7ലും കൂടുതലാണ്. അതറിയാൻ വേണ്ടി ജസ്റ്റ് ആ ടോപ്പിക് എന്താ നോക്കുക. ബേസിക് ബഫർ ആണ്, ബേസ് ആണ്, അതുകൊണ്ട് 7ലും കൂടുതലാണ് എന്ത്? pH. ഇനി നമ്മൾ എക്സാമ്പിൾ എഴുതാൻ പോവുകയാണ്. എക്സാമ്പിൾ എഴുതുന്നത് ഏത് നോക്കിയിട്ടാണ്? ഡെഫിനിഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ വീക്ക് ബേസ് എഴുതിയാൽ മതി. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് വീക്ക് ബേസ്. അതിന്റെ ഫോർമുല എന്താണ്? NH4OH. ഇനി നമുക്ക് അടുത്തതായിട്ട് എഴുതേണ്ടത് എന്താണ്? സ്ട്രോങ് ആസിഡിന്റെ സാൾട്ട് ആണ്. അപ്പോൾ ഇതൊരു ബേസ് ആണ്. ഇതിലേക്ക് എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് സാൾട്ട് കിട്ടുക? ആസിഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ആസിഡാണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ OHന്റെ സ്ഥാനത്ത് അപ്പോൾ എന്താ വരിക? Cl ആണ് വരിക. ഈ OHും Hും കൂടെ എന്തായി മാറും? വാട്ടറായി മാറും. അപ്പോൾ NH4Cl ആണ് ഇവിടുത്തെ സാൾട്ട്. NH4Clന്റെ പേരാണ് എന്ത്? അമോണിയം ക്ലോറൈഡ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ബഫർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബഫർ സൊല്യൂഷൻ പറഞ്ഞു. ബഫർ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അസിഡിക് ബഫറും ബേസിക് ബഫറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഏത് സൊല്യൂഷൻ ആണോ കുറച്ച് ആസിഡ് ആഡ് ചെയ്താലും ബേസ് ആഡ് ചെയ്താലും pHന് കാര്യമായ ചേഞ്ച് വരുത്താത്തത്, അത്തരം സൊല്യൂഷന് പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. അത് 2 ടൈപ്പ് ഉണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും. ഓരോന്നിനും ഡെഫിനിഷൻ ഉണ്ട്, pH വാല്യൂ പറയണം, എക്സാമ്പിൾസും പറയണം. ഇനി നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് pH ആണ്. pH മെഷർ ചെയ്യുക, അതുപോലെ തന്നെ pH സ്കെയിൽ, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ആ pHന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്, നമ്മുടെ എവറിഡേ ലൈഫിൽ എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ അപ്ലിക്കേഷൻ, ഇപ്പോൾ നമ്മൾ ലാബുകളിലൊക്കെ ഒരു സൊല്യൂഷൻ തരികയാണെന്ന് വിചാരിക്കാം. അത് അസിഡിക് ആണോ ബേസിക് ആണോ നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്ക് pH മെഷർ ചെയ്താൽ മതി. അപ്പോൾ ഏതൊരു സൊല്യൂഷൻ ആണോ അത് തന്നിരിക്കുന്നത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ pH മെഷർ ചെയ്താൽ മതി. അത് തന്നെയാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. That is nature of solution. That is whether acidic or basic can be understood ഒരു സൊല്യൂഷൻ, അതായത് ആ സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? pH കണ്ടുപിടിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ അപ്ലിക്കേഷൻ. നേച്ചർ ഓഫ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് വെദർ അസിഡിക് ഓർ ബേസിക് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ഡിറ്റർമിനിങ് pH. അതാണ് ഒന്നാമത്തെ. അതായത് ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയാൻ എന്ത് കണ്ടുപിടിച്ചാൽ മതി? pH കണ്ടുപിടിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് പറയുന്നത്.
അപ്പോൾ നമുക്കറിയാം സോയിലിനൊക്കെ, അതായത് മണ്ണിനൊക്കെ നമ്മൾ കൃഷി ഇറക്കുന്നതിന് മുമ്പ് എന്ത് കണ്ടുപിടിക്കാറുണ്ട്? അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് കണ്ടുപിടിക്കാറുണ്ട്. ചില കൃഷി രീതിക്കൊക്കെ മണ്ണ് അസിഡിക് ആവണമെന്നുണ്ട്, അതുപോലെ ചിലതിന് ബേസിക് ആവണമെന്നുണ്ട്. അപ്പം കൃഷി ഇറക്കും മുമ്പ് മണ്ണ് പരിശോധനയ്ക്ക് അയക്കും. ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? pH ആണ്. ആ pH ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ണ് അസിഡിക് നേച്ചർ ഉള്ളതാണോ അതോ ബേസിക് നേച്ചർ ഉള്ളതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അസിഡിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ചില കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ബേസിക് ഉള്ളതിനെ എന്താക്കി മാറ്റാൻ പറ്റും? അസിഡിക് ആക്കി മാറ്റാനും പറ്റും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? pH ആണ്. അപ്പോൾ കൃഷി ഇറക്കും മുമ്പ് മണ്ണ് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ അസിഡിക് ആണോ ബേസിക് ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? pH മെഷർമെന്റ് ആണ്. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. സോയിൽ ക്യാൻ ബി corrected by measuring pH. അതായത് സോയിൽ ക്യാൻ ബി കറക്റ്റഡ് എന്ന് പറയാൻ കാരണം എന്താണ്? കൃഷി ഇറക്കും മുമ്പ് നമുക്ക് വേണ്ട ഏത് രീതിയിലേക്കാണോ, അത് അസിഡിക് ആക്കണമെങ്കിൽ അസിഡിക്, അല്ല ബേസിക് ആക്കണമെങ്കിൽ ബേസിക്, അങ്ങനെ കറക്റ്റ് ചെയ്യാം. എന്തുപയോഗിച്ച്? pH മെഷർ ചെയ്തത് pH മെഷർമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഇനി മൂന്നാമത്തതാണ് പറയുന്നത്. നമുക്ക് ബോട്ടിലൊക്കെ കിട്ടുന്ന മിനറൽ വാട്ടർ, അതിൻ്റെയൊക്കെ pH 7 ആണ്. 7 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പോൾ ഇതൊക്കെ ഫാക്ടറികളിൽ ഉണ്ടാക്കിയിട്ട് കടകളിലേക്ക് എത്തിക്കും മുമ്പ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? pH മെഷർ ചെയ്ത് 7 ആണെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതും എന്തിൻ്റെ അപ്ലിക്കേഷൻ തന്നെയാണ്? pHൻ്റെ അപ്ലിക്കേഷനാണ്. ഡ്രിങ്കിങ് വാട്ടർ ഷുഡ് ബി ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? pH 7 ആണ്. Drinking water should be neutral. It is measured using pH. pH 7 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഡ്രിങ്കിങ് വാട്ടർ ന്യൂട്രൽ ആണെന്നാണ് അർത്ഥം. ഈ നാലാമത്തെ പോയിന്റ്, ഫാക്ടറികളിലൊക്കെ പലതരം ഫാക്ടറികളുണ്ട്. അവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് എന്താ ചെയ്യാറ്? ഒന്നുമില്ല ഏതെങ്കിലും ജലാശയങ്ങളിലേക്ക് അത് ഒഴുക്കും, അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക്. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഈ വേസ്റ്റ് മെറ്റീരിയൽ ന്യൂട്രൽ ആണെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അത് മണ്ണിൻ്റെയും ഘടന വ്യത്യാസപ്പെടുത്തും, അതുപോലെ ജലാശയങ്ങളിലും പൊല്യൂഷനും അല്ലെങ്കിൽ പോയിസണും ഒക്കെ കാരണമാവും. അപ്പോൾ ന്യൂട്രൽ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫാക്ടറികളിലൊക്കെ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ജലാശയങ്ങളിലേക്കോ മണ്ണിലേക്കോ ഒക്കെ ഒഴുക്കുന്നതിന് മുമ്പ് ന്യൂട്രൽ ആണെന്ന് ഉറപ്പുവരുത്തണം. അതായത് pH 7 ആണെന്ന് ഉറപ്പുവരുത്തണം. അതും എന്തിൻ്റെ അപ്ലിക്കേഷനാണ്? pHൻ്റെ അപ്ലിക്കേഷനാണ്. Waste materials from factories should be neutralized before entering into soil or water. വാട്ടറിലേക്കോ സോയിലിലേക്കോ മണ്ണിലേക്കോ നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒഴുക്കും മുമ്പ് അത് ന്യൂട്രലൈസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കണം. അത് ന്യൂട്രൽ ആണോ എന്ന് അറിയുന്നത് നമ്മൾ എന്ത് മെഷർ ചെയ്തിട്ടാണ്? pH മെഷർ ചെയ്തിട്ടാണ്. ഇതാണ് നാലാമത്തെ അപ്ലിക്കേഷൻ. ഇപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഒന്ന് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ആസിഡ് ആണോ ബേസ് ആണോ എന്ന് അറിയാൻ എന്ത് മെഷർ ചെയ്താൽ മതി? pH മെഷർ ചെയ്താൽ മതി. പിന്നെ സോയിൽ ക്യാൻ ബി കറക്റ്റഡ്, ആസിഡിക്കോ ബേസിക്കോ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എന്തുപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം? pH ഉപയോഗിച്ച് മെഷർ ചെയ്യാം. അസിഡിക് ആക്കണമെങ്കിൽ അസിഡിക് ആക്കാം, അതായത് pH 7 കുറവാക്കിയാൽ മതി. അതുപോലെ ബേസിക് ആക്കണമെങ്കിലോ pH 7 കൂട്ടിയാൽ മതി. അപ്പോൾ സോയിൽ കറക്റ്റഡ് ബൈ മെഷറിംഗ് pH.
മൂന്നാമത്തെ പറയുന്നത് ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് 7 ആയിരിക്കണം അതിന്റെ pH, അതായത് ന്യൂട്രൽ ആയിരിക്കണം. അത് മെഷർ ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്? pH മെഷർമെന്റ് വഴിയാണ് 7 ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത്. പിന്നെ പറയുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. ഫാക്ടറികളിൽ നിന്നും പുറത്തു വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് സോയിലിലേക്കോ മണ്ണിലേക്കോ വെള്ളത്തിലേക്കോ ഒക്കെ ഒഴുക്കും മുമ്പ് അത് ന്യൂട്രൽ ആണെന്ന് ഉറപ്പുവരുത്തണം. അതും ഏത് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്? pH ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി പറയുന്നത് അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ഇനി നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെ തുണികൾക്ക് കളറൊക്കെ കൊടുക്കുന്നത് ആ സമയത്തൊക്കെ വാട്ടർ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്തുള്ള വാട്ടറിന്റെ pH 7 ആയിരിക്കണം. കുറച്ച് ആസിഡിക് കണ്ടന്റോ അല്ലെങ്കിൽ ബേസിക് കണ്ടന്റോ ഒക്കെ ഉണ്ടെങ്കിൽ കറയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും ഈ കളർ നൽകുന്ന സമയത്ത് വാട്ടറിന്റെ pH കറക്റ്റ് 7 ആണോ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അടുത്ത ആപ്ലിക്കേഷൻ. In textile industries, water used should be neutral. Which is measured using pH. ഇതാണ് 5 applications. 5ഉം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം.